പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓൺലൈൻ പാസ്ബുക്കിനെ കുറിച്ചാണ്. ഫെഡറൽ ബാങ്കിലെ ഇലക്ട്രോണിക് പാസ്ബുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത ഇന്റർനെറ്റ് ബാങ്കിങ്ങിനെ കുറിച്ച് വളരെയധികം നല്ല അഭിപ്രായമാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മലയാളം വേർഷൻ ഉടൻ തന്നെ ശ്രദ്ധപ്പെടുത്തുന്നതായിരിക്കും. നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിൽ ഫെഡ് ബുക്ക്, ഫെഡറൽ ബാങ്കിന്റെ ഫെഡ് ബുക്ക് സെർച്ച് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. ഫസ്റ്റ് കാണുന്ന ഫെഡ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുക. ഫെഡറൽ ബാങ്കിന്റെ മൊബൈൽ ബാങ്കിങ് സംബന്ധമായിട്ടുള്ള സോഫ്റ്റ്വെയർ വേറെയുണ്ട്. ഫെഡ് ബുക്കാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇൻസ്റ്റാൾ ചെയ്യുക. ബാങ്കിൽ അക്കൗണ്ട് എടുക്കുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈലിലേക്ക് അയക്കും നമ്മുടെ OTP മെസ്സേജ് വരിക. രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും ആക്റ്റീവ് ഇമെയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ബാങ്കിങ് നടത്താവുന്നതാണ്. എഗ്രിമെന്റ് ആക്സെപ്റ്റ് ചെയ്താൽ ഫോൺ നമ്പർ ചോദിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, 00 ഒഴിവാക്കിയതിനു ശേഷം ഏത് രാജ്യത്താണോ ആ രാജ്യത്തിന്റെ കോഡ് സഹിതം നമ്മൾ മൊബൈൽ നമ്പർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു 4 അക്ക പാസ്വേഡ് കോഡ് നമ്പർ വരുന്നതാണ്. വന്നിരിക്കുന്നു 4 അക്ക കോഡ് നമ്പർ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്താൽ വീണ്ടും കണ്ടിന്യൂ ചോദിക്കും. കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പാസ്ബുക്ക് ആക്ടിവേറ്റായി. വീണ്ടും നമ്മൾ കോഡ് അടിച്ചാൽ നമ്മുടെ പാസ്ബുക്ക് ഓപ്പൺ ആവുന്നതാണ്. ഒരു പാസ്ബുക്കിൽ എത്ര അക്കൗണ്ട് നമ്പർ വേണമെങ്കിലും ആഡ് ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ 3 അക്കൗണ്ട് നമ്പറുണ്ട്, 3 ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഓരോന്നും വേറെ തരംതിരിച്ച് നമുക്ക് അതിന്റെ ഡീറ്റെയിൽ അറിയാവുന്നതാണ്. പച്ച നിറത്തിൽ കാണുന്നത് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്ത് തുകയും ചുവപ്പ് നിറത്തിൽ കാണുന്നത് വിഡ്രോ ചെയ്ത തുകയുമായിരിക്കും. അടുത്ത മുകളിൽ ഓപ്ഷൻ
പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി നമുക്ക് ലഭ്യമാണ്. വീഡിയോ കണ്ടതിൽ വളരെയധികം സന്തോഷം. അഭിപ്രായങ്ങൾ അറിയിക്കുക.